നല്ലൊരു വീട്ടിൽ പോയപ്പോഴേ അവിടെ ഉണ്ട് കബോർഡിലും അതുപോലെ തന്നെ ചുമരിലൊക്കെ ഒരുപാട് കഴിവുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ. അപ്പൊ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ചെറിയൊരു മോള് ചെയ്തൊരു കലാവിരുദ്ധകളാണ്. അത് ഞാൻ എന്താ നിങ്ങൾക്ക് കാണിച്ചത്. ആ ഫ്രെയിമും അതുപോലെ തന്നെ ആ പിന്നെ ബട്ടർഫ്ലൈ ഒക്കെ അത് നല്ലൊരു പിന്നെ കാണുമ്പോൾ ഒരു 3D ലുക്ക് ഉണ്ട് ആ ബട്ടർഫ്ലൈ ഒക്കെ. അപ്പൊ എടുത്ത് നോക്കുമ്പോൾ മാത്രമാണ് അത് എങ്ങനെ പേപ്പറാണെന്നും എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ആ കാലിഗ്രാഫി അതുപോലെ ഒരുപാട് എഴുത്തുകൾ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാല് ഇത്ര കഴിവുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ ഏകദേശം ഒരു 5-6 വയസ്സിനുള്ളിൽ തന്നെ നമുക്ക് ഓരോ സ്കില്ലുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. പണ്ടിലെ കാലങ്ങളിൽ പറഞ്ഞാൽ അതൊന്നും ചിലപ്പോൾ പ്രാവർത്തികമാക്കാൻ മാതാപിതാക്കൾക്ക് സാമ്പത്തിക ഒരു വില്ലനായിട്ടുണ്ടാവും. ഇന്നത്തെ കാലത്ത് ഏകദേശം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നേടിക്കൊടുക്കാൻ കഴിയൂല. പക്ഷെ അനുസരണയോടെയുള്ള മക്കളാക്കിയിട്ട് അതേമാതിരിക്കും ഓരോ സ്കില്ലൊക്കെ കണ്ട് അതിന് പ്രോത്സാഹനം കൊടുത്താലുണ്ടല്ലോ അവരൊക്കെ അവരുടെ സ്കില്ല് എന്താ നമ്മൾ കണ്ടുപിടിച്ച് അതിലൂടെ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ ടൈമുകൾ കൊണ്ടൊക്കെ അവർ വലിയ വലിയ മേഖലകൾ കൈയടക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ പറയുക, നമ്മളെ കുട്ടികൾക്കുള്ള കഴിവുകൾ നമ്മൾ കണ്ടില്ല എന്നടിക്കരുത്. ഓലാണ് നമ്മുടെ നാളത്തെ ഭാവി വാഗ്ദാനങ്ങൾ. ഞാൻ ഏതൊരു കുട്ടിനെ കണ്ടാലും വളരെ ആദരവോടു കൂടിയും ബഹുമാനത്തോടു കൂടിയായിട്ട് നോക്കുക. ഞാനങ്ങനെ പിന്നെ കുട്ടികളല്ലേ നെരുതി നെവറാക്കില്ല. കാരണം നാളത്തെ അഥവാ വരും കാലങ്ങളിൽ ഈ ഭൂമിയിൽ വലിയ വലിയ മേഖലകളിലേക്കും വലിയ വലിയ ഉദ്യാനങ്ങളിലേക്കും വലിയ വലിയ നിലകളിലേക്കും പല കഴിവുകൾ കൊണ്ടും അറിയപ്പെടാവുന്ന ഭാവി വാഗ്ദാനങ്ങൾ നമ്മൾ എന്നും പ്രോത്സാഹനം കൊടുക്കണം. ഇപ്പൊ എല്ലാ മാതാപിതാക്കൾക്കും ഇത്തരം കഴിവുകളുള്ള മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ എന്തായാലും വളർത്താൻ പോയി എന്ത് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും നല്ല നിലയ്ക്ക് മര്യാദയോട് കൂടി അറിയാനുള്ള കാരണം എന്താ പറയുക, നല്ല മക്കുപ്പാക്കും തിരിച്ച് സ്നേഹം കിട്ടുള്ളൂ. അല്ലാതെ അവർ കണ്ട ഈ 2K യുഗത്തിലെ ഒരു കോലംകെട്ട ജീവിതത്തിലേക്ക് മാത്രം നയിക്കരുത്. കാരണം അങ്ങനെ റൗഡീസം വളർന്നു വന്നാൽ എന്താ പറയുക, നാളെ നമുക്ക് അവർ ഉപകാരപ്പെടുന്നതിന് പകരം അവർ നമ്മളെങ്ങനെ തീർക്കാന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ അത്തരം കഴിവുള്ള മക്കളൊക്കെ നമ്മൾ പ്രോത്സാഹനം കൊടുത്തു. ഇപ്പൊ നമ്മളെ വീട്ടിലെങ്കിലും എടുത്താണെങ്കിലും കുട്ടികളെ കഴിവൊന്നും കഴിവായിട്ട് തന്നെ അംഗീകരിച്ച് കൊടുത്തു നമുക്ക് നല്ല ഉഷാറായിട്ട് തന്നെ അവരെ ഉയർത്തി കൊണ്ടുവരാൻ നമുക്ക് നിങ്ങൾക്കൊക്കെ തൗഫീഖ് ഉണ്ടാവട്ടെ, അതിനുള്ള സന്മനസ്സും ഉണ്ടാവട്ടെ.